ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PC വ്ളോഗ്സ്. ഇന്ന് നമ്മളൊരു പുതിയ എപ്പിസോഡിന് തുടക്കം കുറിക്കുകയാണ്. ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ എപ്പിസോഡുകളായിട്ട് ഓരോ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്താണെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് സ്വന്തം നമ്മുടെ ഓൺ ക്രിയേഷനിൽ കോഡിംഗ് ഒന്നുമില്ലാതെ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുള്ള കാരണം ഞാനൊരു എൻ്റേതായ ശൈലിയിൽ കുറച്ച് വീഡിയോകൾ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ബ്രൗസർ പഫിൻ ബ്രൗസർ എന്ന് പറയുന്ന ഒരു ബ്രൗസറാണ്. ഈ ബ്രൗസർ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ നമുക്ക് മൊബൈലിൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അവിടുന്ന് വേണ്ടവർക്ക് എടുത്ത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിനൊരു മൗസ് പാഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ. അങ്ങനെ മൗസ് നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഇവിടുന്ന് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വലിച്ചിടണമെന്നുണ്ടെങ്കിൽ ഡ്രാഗ് ചെയ്തിടാം. മനസ്സിലായോ? അപ്പോൾ അതാണ് ഈ ആപ്ലിക്കേഷൻ, ഈ ഒരു ബ്രൗസർ കൊണ്ടുള്ള ഉപകാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തരുന്നത് 3 വെബ്സൈറ്റുകളെ കുറിച്ചാണ്. ഈ 3 വെബ്സൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ 3 വെബ്സൈറ്റും ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നല്ല ഡീറ്റെയിൽ ആയിട്ട് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ വെബ്സൈറ്റുകളാണ്. ഇതാണ് ഒരു വെബ്സൈറ്റ്, ഇതിൻ്റെ പേരാണ് AppyBuilder. AppyBuilderൽ ഞാൻ ചെയ്ത് വെച്ച 2-3 ആപ്ലിക്കേഷൻസാണ് ഇത്. അപ്പോൾ ഞാനിപ്പോൾ പുതുതായിട്ടൊരു ആപ്ലിക്കേഷൻ എങ്ങനെ ഓപ്പൺ ആക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. നമ്മൾ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയതായിട്ട് ന്യൂ പ്രോജക്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻ്റർഫേസ് എങ്ങനെയായിരിക്കും. ഇതാണ് വരുന്ന ഇൻ്റർഫേസ്. ഓക്കെ, ഇത് സാധാരണ കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മൊബൈലിൽ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇവിടുന്ന് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ട് അങ്ങോട്ട് മാറ്റാം. ഇപ്പോൾ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാരണ ഒരു ക്ലിക്ക് ചെയ്തിട്ട് അപ്പുറത്തെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺ. ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേഞ്ച് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കൊരു ഇമേജാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇമേജ് സെറ്റ് ചെയ്യാം. എന്നിട്ട് അതിനുള്ളിലേക്ക് നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാം. ലേബൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ലേബലിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ലേബൽ എന്ന് പറയുന്നത് ടെക്സ്റ്റ്, നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലേബൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞാനൊരു ഇൻട്രൊഡക്ഷൻ തരാമെന്ന് വിചാരിച്ചാണ്. ഇനി മുതൽ അങ്ങോട്ട് നമ്മൾ ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടെക്നിക്കൽ പരമായ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വീഡിയോ ട്യൂട്ടോറിയൽ ഒരു ഹാഫ് ആകുമ്പോൾ നമ്മൾ ബ്ലോഗിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് 3 വെബ്സൈറ്റുകൾ ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ്, ഇതാണൊരു വെബ്സൈറ്റ്. ഓക്കെ, ഈ ഒരു വെബ്സൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുള്ളൊരു വെബ്സൈറ്റാണ് Makeroid. ഇവിടെ മുകളിൽ കാണാനില്ലേ, builder.makeroid. ഓക്കെ, ഇതാണ് വെബ്സൈറ്റ്. ഓക്കെ, ഇതാണ് Makeroid എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണിത്. ഓക്കെ, അപ്പോൾ ഞാനിതിൽ കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമ്മളിതിൽ ഇതിൽ Makeroidൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്. മറ്റ് 2 വെബ്സൈറ്റുകളിലും ഇല്ലാത്തതിനേക്കാളും കൂടുതൽ ഫീച്ചേഴ്സ് Makeroidലാണുള്ളത്. ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് test1 എന്ന് കൊടുത്തിട്ടുണ്ട്, കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പണായി. ഇതാണ് ഇൻ്റർഫേസ് വരിക. ഇൻ്റർഫേസ് നമുക്ക് ഇവിടുന്ന് ബട്ടൺ ഷീറ്റ് എടുക്കാം, ബട്ടൺസ് എടുക്കാം, ചെക്കിന്
ഒക്കെ എടുത്ത് നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് വലിച്ചിടാം. ഒരു ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ ഇമേജ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ഏതൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഫസ്റ്റ് കൊടുക്കാൻ നമ്മുടെ ലോഗോ ആണല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഒരു വെബ്സൈറ്റ്. ഇതൊരു വെബ്സൈറ്റാണ്. ഇതാണ് കുറച്ചും കൂടി സ്റ്റാൻഡേർഡും സിമ്പിളും ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ് കണ്ടിടത്തോളം തോന്നിയത്. ലാബിലിട്ടുക. ലാബിലത്തൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോസിൽ ചെയ്യാം. ഇന്ന് ഞാൻ ഈ 3 വെബ്സൈറ്റുകളെയും ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയുടെ കാര്യം. ഈ ബ്രൗസറിനെ കുറിച്ചും. ഈ ബ്രൗസർ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ മൗസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഈ മൗസ് എന്ന് പറയുന്നതിൽ ടിക്ക് ചെയ്താലേ എനിക്ക് ഈ മൗസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ റിക്വസ്റ്റ് ഡെസ്ക്ടോപ്പ് എന്ന് ഉള്ളത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സ്ട്രാ ഫീച്ചേഴ്സ് പോലെ തോന്നുന്ന വെബ്സൈറ്റ് കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് ആയ പോലെ തോന്നുന്നു നിങ്ങൾക്ക്. ഇത് ഇനിയുള്ള ഒരു വെബ്സൈറ്റാണ് തങ്കബിൾ.com. ഓക്കെ, തങ്കബിൾ. ഇതാണ് തങ്കബിൾ.com. തങ്കബിൾ.com വളരെ സിമ്പിളാണ്, പക്ഷേ ഫീച്ചേഴ്സ് കുറവാണ്. മറ്റു വെബ്സൈറ്റുകളിലുള്ള അത്ര ഫീച്ചേഴ്സ് തങ്കബിൾ.comനില്ല. ഇതിൽ നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ എടുക്കുകയാണ്. ടെസ്റ്റ് 1. ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ഓൺ പ്രൊഫൈലുള്ള ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം. എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി ഫീച്ചേഴ്സുകൾ ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ് തങ്കബിൾ.com. ഓക്കെ, ഞാൻ ഈ വെബ്സൈറ്റുകൾ ഉണ്ടാക്കുന്നത് കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെബ്സൈറ്റല്ല, മാറിപ്പോയി. ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത് കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ്, ആഡ് മൂവ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആഡ് മൂവിനെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് അടുത്ത വീഡിയോകളിൽ പറയാം. ഇന്ന് ഈ വീഡിയോക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തരാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. എങ്ങനെയാണ് മൊബൈലിൽ നമുക്ക് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നിങ്ങളിലേക്ക് അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയുടെ ഒരു ഇത്. അപ്പോൾ ഇങ്ങനെ ഈ 3 വെബ്സൈറ്റുകളാണ് നല്ല ഫീച്ചേഴ്സബിളായിട്ടുള്ള വെബ്സൈറ്റുകൾ. ഞാനൊരു കാര്യം പറയാൻ പോകും. എല്ലാ വെബ്സൈറ്റിലും ഒരേമാതിരി ഫീച്ചേഴ്സാണ്. നമുക്ക് എക്സ്ട്രാ ഒരു സ്ക്രീൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ 2 ഇങ്ങനെ ആഡ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ സ്ക്രീൻ ഓപ്പൺ ആവും. കണ്ടോ, സ്ക്രീൻ 2 ഓപ്പൺ. ഇതെല്ലാം സിമ്പിളാണ്. എല്ലാ ഇതിലും നോക്കുവാണെങ്കിലും ഇതൊരു സിമ്പിളാണ്. ഓക്കെ, ഇതിൽ ബട്ടൺസ് നമുക്ക് ഇവിടെ ഇങ്ങോട്ട് ആഡ് ചെയ്യാം. എല്ലാ ഫങ്ഷൻസും ഉണ്ട്. നാളെ മുതൽ നല്ല നല്ല ആപ്ലിക്കേഷൻസ് എഡിറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോസുകൾ ഞാൻ നിങ്ങൾക്ക് പുതുതായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിനായിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ലിങ്കുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. ഓക്കെ, PC വ്ളോഗ്സിലേക്ക് ചാനൽ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. Thank you for watching my channel. Okay, in the next video